സുഹൃത്തുക്കളെ, ഈ വഴി കണ്ടാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എവിടേക്കാണ് ഈ യാത്രയെന്ന്. മറ്റെവിടേക്കുമല്ല, വൈശാഖ മഹോത്സവം നടക്കുന്നത് നമ്മുടെ കുറ്റിയൂരിലേക്കാണ്. 25-ാം തീയതി രാത്രി പ്ലാനിട്ടതാണ് ഈ യാത്ര. 26-ന് പുലർച്ചെ 4 മണിക്ക് പോകാനും 66 കിലോമീറ്റർ മാക്സിമം ഒരു 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്ത് തിരക്ക് കൂടുന്നതിന് മുന്നേ ദർശനം നടത്തി മടങ്ങാനുമായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലാ പ്ലാനുകളും തെറ്റിച്ച് ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെ 4 മണിക്ക് പുറപ്പെടേണ്ട യാത്ര ഏകദേശം 6:45 പുറപ്പെട്ടത്. പോകുന്ന വഴിയിലെല്ലാം നീളേണ്ടതായി ശക്തമായ മഴയായിരുന്നു. മഴക്കാലമായതുകൊണ്ട് തന്നെ വഴിയിലൊന്നും ഒരു പൊതു ടോയ്ലറ്റ് ഇല്ലാത്തത് യാത്രയിലൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഏകദേശം പകുതി ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും സേവാഭാരതിയുടെ അന്നദാന കേന്ദ്രത്തിന് മുന്നിലെത്തി. അവിടെയുള്ള സേവാ പ്രവർത്തകർ വണ്ടിക്ക് കൈ കാണിക്കുകയും ചായ കുടിക്കാനായി ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ വണ്ടി സൈഡാക്കി അവിടെ ഇറങ്ങി ചായ കുടിക്കുകയും അവിടെയുള്ള ടോയ്ലറ്റ് സൗകര്യവും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അവരുടെ ഈ സേവാ പ്രവർത്തനം ഒരുപാട് ഭക്തർക്ക് വളരെ വലിയൊരു ആശ്വാസമാണ്. അവരുടെ സേവാപ്രവർത്തനത്തിനായി എന്നാൽ കഴിയുന്ന ചെറിയൊരു സംഭാവനയും നൽകി യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ ബാക്കി ദൂരവും കൂടി സഞ്ചരിച്ച് ഞങ്ങൾ ആ യാഗഭൂമിയിലെത്തി. അച്ചാവ അമ്മക്ക് കുളിക്കാമെന്ന് പറഞ്ഞ എൻ്റെ മകൻ കലുതുള്ളി ചാടി ഒഴുകി വരുന്ന പുഴ കണ്ടതും വേണ്ട എന്നായി. പുഴയിൽ കുളിച്ചില്ലെങ്കിലും മഴ നനഞ്ഞ് നന്നായി കുളിച്ചിരുന്നു. ഇടവിട്ടിടവിട്ട് മഴ അങ്ങനെ തിമിർത്ത് പെയ്യുകയായിരുന്നു. മുൻ വർഷങ്ങളിലൊന്നും വന്ന വഴിയിലൂടെ ആയിരുന്നില്ല ഇപ്രാവശ്യം അവിടെ എത്തിയത്. ഏതൊക്കെയോ ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തി. ഒടുക്കത്തെ തിരക്കായിരുന്നു. സത്യം പറയാമല്ലോ, കർണാടകക്കാരായ ഭക്തരെ തട്ടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഇങ്ങനെയായിരുന്നില്ല. തിരക്കും കുറവായിരുന്നു. മഴയും ഇല്ലാത്തതിനാൽ പുഴയിൽ കുളിക്കാനും അത് കഴിഞ്ഞ് തൊഴാനും ദർശനം നേടാനുമൊക്കെ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. തകർത്തു പെയ്യുന്ന മഴയൊന്നും ആർക്കും ഒരു പ്രശ്നമായേ കണ്ടില്ല. ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ അവരുടെ ദേഹത്ത് ഇറ്റി വീഴുന്ന ഓരോ മഴത്തുള്ളിയും അവർ ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് മകൻ എന്നോട് പറഞ്ഞത് അവന് ആനയെ കാണണമെന്ന്. അങ്ങനെ അവന് ആനയെ കാണിക്കാനായി കൊണ്ടുപോയി. പക്ഷേ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഈ ആനയ്ക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ ഒറ്റ നോട്ടത്തിൽ തോന്നി. അതിൻ്റെ മസ്തിഷ്കത്തിൽ കാണുന്ന ആ 2 കുഴികളാണ് എനിക്ക് എന്തോ ഒരു വ്യത്യാസം, മറ്റ് ആനകളിൽ നിന്നും എന്തോ ഒരു വ്യത്യാസമുള്ളതുപോലെ തോന്നി. ഞാൻ ഇങ്ങനെ ഒരു ടൈപ്പ് ആനയെ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലൊരു ആനയെ കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്നെപ്പോലൊരു ഡൗട്ട് നിങ്ങൾക്കും ഈ ആനയെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇക്കരെ കൊട്ടിയൂരെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. ഉന്തിലും തള്ളിലും പെട്ട് എങ്ങനെയോ തൊഴുതു മടങ്ങി. ഈ പ്രാവശ്യം നീ കുറച്ച് കഷ്ടപ്പെട്ട് എന്നെ കണ്ട് തൊഴുതു വണങ്ങിയാൽ മതിയെന്ന് മൂപ്പർ വിചാരിച്ച് കാണും. അങ്ങനെ മകന് കുറച്ച് കളിപ്പാട്ടങ്ങളും ഒരു ഓടപ്പൂവുമായി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. രാത്രി 10 മണിയായി വീട്ടിലെത്താൻ.